നാലാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നതാണ്. നാലാം വാർഷികത്തിൻ്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു. 50 മീറ്റർ ഉയരത്തിൽ പണിത ഹൈവേ ആണ് തകർന്നു വീണത്. ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജീവൻ രക്ഷപ്പെട്ടതെങ്കിലും കുഞ്ഞുങ്ങൾക്കടക്കം 5 പേർക്ക് പരിക്കുണ്ട്. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല. ഇതിന് ഉത്തരവാദിത്തമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല, കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാകാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് UPA ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടാണ്. ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് അത് ഹൈവേ വന്നത്. ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് 23,000 രൂപ കൊടുത്തിരുന്ന ഭൂമി 10 ലക്ഷം രൂപ കൊടുത്തിപ്പോൾ മേടിക്കാൻ പറ്റുന്നത്. ഹൈവേ പണിയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. 10 കൊല്ലം മുമ്പേ UPA ഗവൺമെന്റ് ഉള്ള കാലത്തും കേന്ദ്രം ഹൈവേ പണിയാൻ തയ്യാറാണ്. അപ്പൊ ഇവരുടെ ക്രെഡിറ്റിലേക്ക് ഇവർ വെറുതെ പറയുന്നത് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈവേ എടുത്ത് കാണിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഹൈവേ ആണ് ഇന്നലെ തകർന്നത്. ആരാണ് ഉത്തരവാദി? വ്യാപകമായ ക്രമക്കേടുകൾ ഹൈവേ നിർമ്മാണത്തിലുണ്ട്. വ്യാപകമായ ഒരുപാട് സ്ഥലങ്ങളിൽ, നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ സമരങ്ങൾ നടക്കുകയാണ്. അടിപ്പാതകൾ പോലും കൊടുക്കാതെ ജനങ്ങളെ ലോക്ക് ചെയ്തിരിക്കുകയാണ് പല സ്ഥലത്തും. ഈ കാര്യത്തിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലൂടെ ഇടപെടൽ നടത്തുന്നില്ല. നിങ്ങൾ ഈ മഴ പെയ്യാൻ പോവാണ്, മൺസൂൺ ആരംഭിക്കാൻ പോവാണ്. മൺസൂൺ ആരംഭിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാണ്. കാരണം ഹൈവേ പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പണിതിരിക്കുന്നത്. രൂക്ഷമായ വെള്ളക്കെട്ടാണ്. പൈപ്പ് ലൈൻ, കുടിവെള്ള വിതരണ ലൈൻ പല സ്ഥലത്തും പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. പല സ്ഥലത്തും തോടുകൾ മൂടിയിരിക്കുകയാണ്. വളരെ അശാസ്ത്രീയമായി പണിതത് ഒന്നും ശ്രദ്ധിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നേരെയില്ല. സംസ്ഥാന ഗവൺമെന്റ് ഒരു കോർഡിനേഷനും നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ടില്ല. ഈ ക്രമക്കേടുകളെല്ലാം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോയി. സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈയെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് ഈ കുറ്റങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല. ഇലക്ഷന് മുമ്പ് ഇത് തീർത്ത് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റിലാണ് ഹൈവേ പണിതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്.